A very good morning to all. Welcome to Westpal Learning. So, ഇന്ന് നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുകയാണ് ദ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ. സോ ഇത് കുറച്ചും കൂടി കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി പിക്ചർ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴേക്കും കുറച്ചും കൂടി നമ്മുടെ എക്കണോമിക്സിൻ്റെ ഇൻഡെപ്തിലോട്ട് പോകുന്ന ഒരു ചാപ്റ്ററാണ് ഈ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ. അപ്പോൾ നമ്മൾ ഇനീഷ്യലി ഫസ്റ്റ് 2-3 സെഷൻസ് നമ്മൾ കൺസ്യൂമർ ബിഹേവിയറിലോട്ട് എങ്ങനെ എത്തുന്നു, ഓക്കെ, അതാണ് നമ്മൾ ഫസ്റ്റ് 2-3 സെഷൻസ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറഞ്ഞൊരു പോയിന്റിലോട്ട്, അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷൻ, കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്ന് പറയും നമ്മൾ. അപ്പോൾ അതിലോട്ട് എങ്ങനെ എത്തിച്ചേരുന്നതിൻ്റെ കുറേ ടേംസ്, കുറേ ന്യൂ കോൺസെപ്റ്റ്സ്, അതൊക്കെയാണ് ഫസ്റ്റ് 3 സെഷനിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിമാൻഡ് എന്നുള്ളൊരു കോൺസെപ്റ്റും കൂടി നമ്മൾ പറയുന്നുണ്ട് ഈ ചാപ്റ്ററിൽ തന്നെ. ഡിമാൻഡ് റിലേറ്റഡ് ആയിട്ട് നമ്മുടെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി, അങ്ങനത്തെ കുറച്ച് പുതിയതായിട്ടുള്ള കുറച്ച് കോൺസെപ്റ്റ്സും കൂടി നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ഇനീഷ്യലി നമുക്ക് ഈ ഒരു സെഷനിൽ നമുക്ക് കൺസ്യൂമർ ബിഹേവിയറിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ആസ്പെക്ട്സ് മാത്രം നോക്കാം. അതായത് കാർഡിനൽ യൂട്ടിലിറ്റി ആൻഡ് ഓർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള 2 മെയിൻ ആസ്പെക്റ്റ് ആണ് ഒരു കൺസ്യൂമർ ഇക്വിലിബ്രിയം നമ്മൾ അനലൈസ് ചെയ്യുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ്. അപ്പോൾ അതെന്താന്നുള്ളതാണ് നമ്മൾ ഇനിയുള്ള സെഷനിലോട്ട്, അതായത് ഈ ഒരു സെഷനിൽ ഇനിയുള്ള സ്ലൈഡ്സിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാർഡിനൽ ആൻഡ് ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്. ഓക്കെ, സോ യൂട്ടിലിറ്റി, ഫസ്റ്റ് ഓഫ് ഓൾ ഈ കാർഡിനൽ ആൻഡ് യൂട്ടിലിറ്റി ഒക്കെ മാറ്റി നിർത്തിയിട്ട് യൂട്ടിലിറ്റി എന്താണെന്ന് നോക്കുക. ഓക്കെ, യൂട്ടിലിറ്റി എന്താണ്? യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോൾ ഒരു ഗുഡ് നമ്മൾ കൺസ്യൂം ചെയ്യുകയാണ്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു കമോഡിറ്റി കൺസ്യൂം ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു കമോഡിറ്റി കൺസ്യൂം ചെയ്യുമ്പോഴേക്കും നമുക്ക് എത്രത്തോളം സാറ്റിസ്ഫാക്ഷൻ ആ ഒരു പെർട്ടിക്കുലർ കമോഡിറ്റിയിൽ നിന്ന് കിട്ടുന്നുണ്ട്, അതാണ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അതായത് ഒരു കമോഡിറ്റി നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോഴേക്കും ആ കമോഡിറ്റിയിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫൈങ് പവർ. ഓക്കെ, നമ്മൾ ആ ഒരു കമോഡിറ്റി വേണം എന്ന് വിചാരിച്ച് നമ്മൾ കൺസ്യൂം ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു കമോഡിറ്റി നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ, അതാണ് വൺ സാറ്റിസ്ഫൈങ് പവർ ഓഫ് എ കമോഡിറ്റി. അതിനെയാണ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, one satisfying power of a commodity is called utility. But the more the need of a commodity, the greater is the utility derived from the commodity. നമുക്ക് കൂടുതലായിട്ട് ആ ഒരു കമോഡിറ്റി വേണം എന്നുള്ളൊരു ആഗ്രഹം അനുസരിച്ച്, അല്ലെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് ആ ഒരു കമോഡിറ്റി കൺസ്യൂം ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് എന്താ പറയുക, സാറ്റിസ്ഫാക്ഷനും കൂടും. ഓക്കെ, അപ്പോൾ അതാണ് ആ ഒരു സെൻറ്റൻസിൽ പറയുന്നത്. അപ്പോൾ ഈ യൂട്ടിലിറ്റി അനലൈസ് ചെയ്യുമ്പോഴേക്കും യൂട്ടിലിറ്റി അനലൈസ് ചെയ്യണത് മെയിൻ 2 അനാലിസിസ് ആണ് യൂട്ടിലിറ്റി റിഗാർഡ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഇസ് കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് ആൻഡ് അനദർ വൺ ഇസ് ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്. അതായത് ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, സാറ്റിസ്ഫാക്ഷൻ നോക്കുകയാണ്. എത്ര സാറ്റിസ്ഫാക്ഷൻ കിട്ടി എന്നുള്ളതാണ് യൂട്ടിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ സാറ്റിസ്ഫാക്ഷൻ്റെ ലെവൽ മെഷർ ചെയ്യാനായിട്ടാണ് ഈ 2 അനാലിസിസ് നമ്മൾ യൂസ് ചെയ്യുന്നത്, കാർഡിനൽ യൂട്ടിലിറ്റി ആൻഡ് ഓർഡിനൽ യൂട്ടിലിറ്റി. ഇത് രണ്ടും എത്രത്തോളം സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട്, ഒരു കമോഡിറ്റി കൺസ്യൂം ചെയ്യുമ്പോഴേക്കും നമുക്ക് എത്ര സാറ്റിസ്ഫാക്ഷൻ കിട്ടി, അത് അനലൈസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന 2 മെഷർമെന്റ്സ് ആണ് കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസും ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസും. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് എന്താണെന്നുള്ളത് ഇൻഡെപ്ത് ആയിട്ട് നോക്കാം. ഓക്കെ, കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ assumes that the level of utility can be measured in numbers. ഓക്കെ, അതായത് നമുക്കൊരു ക്വാണ്ടിറ്റേറ്റീവ് ബേസിൽ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ ഒരു കമോഡിറ്റി, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ആപ്പിൾ കൺസ്യൂം ചെയ്തു. അപ്പോൾ ആ ഒരു ആപ്പിൾ കൺസ്യൂം ചെയ്യുമ്പോഴേക്കും നമുക്ക് എത്രത്തോളം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്, അപ്പോൾ അതിനെ നമ്മളൊരു സർട്ടൻ നമ്പർ കൊടുത്ത് അസൈൻ ചെയ്യണം. ലൈക്ക് നമ്മളിപ്പോൾ ഒരു ആപ്പിൾ കൺസ്യൂം ചെയ്യുമ്പോഴേക്കും നമുക്ക് ഒരു 10 യൂട്ടിൽസ് കിട്ടി, അല്ലെങ്കിൽ 10 യൂട്ടിൽസ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആണ് നമ്മൾ ഡിറൈവ് ചെയ്തേക്കുന്നത്. സോ വി ആർ അസൈനിങ് 10 എന്നുള്ളൊരു ആപ്പിളിന് 10 യൂട്ടിൽസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അസൈൻ ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ബേസിൽ നമ്മൾ മെഷർ ചെയ്യുവാണ് എത്ര യൂട്ടിൽസ് ആണ് കിട്ടിയെന്നുള്ളത്. അപ്പോൾ ആ മെഷർമെന്റ് ടേം ആണ് യൂട്ടിൽസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ലെങ്ത് മെഷർ ചെയ്യണമെങ്കിൽ നമ്മൾ സെന്റിമീറ്റർ ആയിട്ടാണ് മെഷർ ചെയ്യണത്. വാട്ടർ ഇതാണെങ്കിൽ നമ്മൾ ലിറ്റർ ആയിട്ടാണ്. അപ്പോൾ അതേപോലെ സാറ്റിസ്ഫാക്ഷൻ മെഷർ ചെയ്യുന്ന മെഷർമെന്റ് യൂണിറ്റ് ആണ് യൂട്ടിൽസ്, UTILS, യൂട്ടിൽസ്. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്പർ ബേസിൽ നമ്മൾ മെഷർമെന്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ യൂട്ടിലിറ്റി ഓഫ് കൺസംഷൻ ഓഫ് 5 യൂണിറ്റ്സ് ഓഫ് ഓറഞ്ച് ഈസ് 30 യൂട്ടിൽസ്.
അതായത് ഇവിടെ 5 ഓറഞ്ച് നമ്മൾ കൺസ്യൂം ചെയ്യണം. 5 യൂണിറ്റ്സ് ഓഫ് ഓറഞ്ച് നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോഴേക്കും വി ആർ ഗെറ്റിംഗ് 30 യൂട്ടിൽസ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പറയുന്നത്. അതായത് 5 ഓറഞ്ച് കൺസ്യൂം ചെയ്യുമ്പോഴേക്കും 30 യൂട്ടിൽസ്. 6 ഓറഞ്ച് ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള യൂട്ടിൽസിന്റെ നമ്പർ കൂടും. ഓക്കെ, അപ്പൊ ആ ഒരു ന്യൂമറിക്കൽ ഒരു എക്സ്പ്രഷൻ ആണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, സോ ഇത് റിലേറ്റ് ചെയ്തിട്ട് രണ്ട് മെയിൻ അനദർ കോൺസെപ്റ്റ്സ് ആണ് ടോട്ടൽ യൂട്ടിലിറ്റി ആൻഡ് മാർജിനൽ യൂട്ടിലിറ്റി. ഈ യൂട്ടിലിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അനദർ 2 ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്സ് ആണ് ടോട്ടൽ യൂട്ടിലിറ്റി ആൻഡ് മാർജിനൽ യൂട്ടിലിറ്റി. ഓക്കെ, ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ derived from consuming the given amount of commodity is called total utility. നമുക്ക് തന്നിരിക്കുന്ന എല്ലാ കൊമോഡിറ്റിയും കൺസ്യൂം ചെയ്യുമ്പോഴേക്കും നമുക്ക് ടോട്ടൽ ആയിട്ട് എത്ര യൂട്ടിലിറ്റി കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ എത്ര യൂട്ടിൽസ് കിട്ടി എന്നുള്ളതാണ് ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ derived from consuming the given amount of commodity is called total utility. അപ്പോൾ more units of commodity provides more satisfaction to the consumer. And ഈ TU എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യണത് ഓൺ ദി ക്വാണ്ടിറ്റി ഓഫ് കമോഡിറ്റി കൺസ്യൂം ചെയ്യുന്നത്. എത്ര ക്വാണ്ടിറ്റി കൺസ്യൂം ചെയ്യുന്നോ അതിനനുസരിച്ച് ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ടോട്ടൽ യൂട്ടിലിറ്റി ഡിഫർ ചെയ്യും. ഓക്കെ, അപ്പൊ TU ഡിപ്പെൻഡ്സ് ഓൺ ദി ക്വാണ്ടിറ്റി ഓഫ് കമോഡിറ്റി കൺസ്യൂം. ടോട്ടൽ ക്വാണ്ടിറ്റി എത്രയാണ് ടോട്ടൽ ക്വാണ്ടിറ്റി. ഇപ്പൊ ഓറഞ്ച് ആണെങ്കിൽ എത്ര ഓറഞ്ച് നമ്മൾ ടോട്ടൽ ആയിട്ട് കൺസ്യൂം ചെയ്തു അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് അത് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് മാർജിനൽ യൂട്ടിലിറ്റി. മാർജിനൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അഡീഷൻ ആണ്. നമുക്ക് ടോട്ടൽ യൂട്ടിലിറ്റി, അതായത് മാർജിനൽ യൂട്ടിലിറ്റി ഇസ് ദി ചേഞ്ച് ഇൻ ടോട്ടൽ യൂട്ടിലിറ്റി ഡ്യൂ ടു കൺസംഷൻ ഓഫ് വൺ അഡീഷണൽ യൂണിറ്റ് ഓഫ് എ കമോഡിറ്റി. ഒരു അഡീഷണൽ യൂണിറ്റ് ഓഫ് കമോഡിറ്റി നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോഴേക്കും ടോട്ടൽ യൂട്ടിലിറ്റിയിൽ എന്താണ് ആഡ് ഓൺ ആവുന്നത് അല്ലെങ്കിൽ അതിൽ വരുന്ന ചേഞ്ച് എന്താണ്, അതാണ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് അഡീഷൻ ടു ദി എക്സിസ്റ്റിംഗ് യൂണിറ്റ്. അതായത് ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്, സപ്പോസ് നമുക്ക് 4 ഓറഞ്ചസ് ആണ്, 4 ഓറഞ്ചസ് തന്നേക്കുവാണ്. ഓക്കെ, 4 ഓറഞ്ചസിന് നമ്മളിവിടെ എക്സാമ്പിൾ പറയുന്നത് 28 യൂട്ടിൽസ് ആണ് നമുക്ക് സോഫാ കിട്ടുന്നത്. 4 ഓറഞ്ചസ് കൺസ്യൂം ചെയ്യുമ്പോഴേക്കും വി ആർ ഗെറ്റിംഗ് ടോട്ടൽ യൂട്ടിൽസ് 28 യൂട്ടിൽസ്. ഓക്കെ, സോ നമ്മൾ 1 മോർ ഓറഞ്ച് നമ്മൾ കൺസ്യൂം ചെയ്യണം. അതായത് വി ആർ കൺസ്യൂമിങ് ദി 5th ഓറഞ്ച്. 5th ഓറഞ്ച് കൺസ്യൂം ചെയ്യുമ്പോഴേക്കും എന്താണ്? അവർ ടോട്ടൽ യൂട്ടിലിറ്റി ഈസ് ഇൻക്രീസിങ് ടു 30 യൂട്ടിൽസ്. ടോട്ടൽ യൂട്ടിലിറ്റി ഈസ് ഇൻക്രീസിങ് ടു 30 യൂട്ടിൽസ്. അതായത് നേരത്തെ 4 ഓറഞ്ചസ് ആയിരുന്നപ്പോഴേക്കും നമുക്ക് 28 യൂട്ടിൽസ് ആയിരുന്നു. ആൻഡ് വെൻ വി ആഡ് ഓൺ 1 മോർ ഓറഞ്ച്, നമ്മൾ ഒരു ഓറഞ്ചും കൂടി കൺസ്യൂം ചെയ്യുമ്പോൾ, അതായത് 5th ഓറഞ്ചും കൂടി കൺസ്യൂം ചെയ്യുമ്പോഴേക്കും നമ്മുടെ യൂട്ടിലിറ്റി അല്ലെങ്കിൽ നമ്മുടെ യൂട്ടിലിറ്റി അറൌണ്ട് 30 യൂട്ടിൽസ് ആവും. ഓക്കെ, സോ ടോട്ടൽ യൂട്ടിലിറ്റി വന്നിട്ട് 30 യൂട്ടിൽസ് ആയിരിക്കണേണ്. അപ്പൊ ഇവിടെ 5th ഓറഞ്ച് നമ്മൾ കൺസ്യൂം ചെയ്തപ്പോഴേക്കും വാട്ട് ഹാപ്പൻ? നമ്മൾ ഒരു എക്സ്ട്രാ 2 യൂട്ടിൽസും കൂടി ആഡ് ഓൺ ആയിരിക്കണേണ് അല്ലേ? അപ്പൊ ആ ഒരു എക്സ്ട്രാ 2 യൂട്ടിൽസിനെയാണ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. 4th ഓറഞ്ചിൽ നിന്ന് 5th ഓറഞ്ച് കൺസ്യൂം ചെയ്തപ്പോഴേക്കും വി ആർ ഗെറ്റിംഗ് ആൻ എക്സ്ട്രാ അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് 2 യൂട്ടിൽസ് ഇസ് ഇൻക്രീസ്ഡ്. ആ 2 യൂട്ടിൽസിനെയാണ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ക്ലിയർലി എക്സാമ്പിൾ പറയുന്നുണ്ട്. Therefore, marginal utility of the 5th orange is 2 utils, that is 30 utils minus 28 utils. Okay, നമ്മൾ ഇത് ഡിറൈവ് ചെയ്യാനായിട്ട് we are using some formula like mu of n equal to tu of n minus du of n minus 1. അതായത് നമ്മൾ 5th യൂണിറ്റിൽ നിന്ന് 4th യൂണിറ്റ് മൈനസ് ചെയ്യണതാണ് അല്ലേ? അതായത് 5th യൂണിറ്റിന്റെ ടോട്ടൽ യൂട്ടിലിറ്റിയിൽ നിന്ന് 4th യൂണിറ്റിന്റെ ടോട്ടൽ യൂട്ടിലിറ്റി മൈനസ് ചെയ്യണം. 5th യൂണിറ്റിന്റെ ടോട്ടൽ യൂട്ടിലിറ്റി എത്രയായിരുന്നു? 30 യൂട്ടിൽസ് ആണ്. 4th യൂണിറ്റിന്റെ ടോട്ടൽ യൂട്ടിലിറ്റി എത്രയാണ്? 28 യൂട്ടിൽസ് ആണ്. സോ വി ആർ ഡിഡക്റ്റിംഗ് 30 മൈനസ് 28. ഓക്കെ, ആൻഡ് ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? സമ്മേഷൻ ആണ്. മാർജിനൽ യൂട്ടിലിറ്റി ഫസ്റ്റ് യൂണിറ്റിൽ നിന്നുള്ള കിട്ടുന്ന മാർജിനൽ യൂട്ടിലിറ്റിയുടെ എല്ലാത്തിന്റെ സമ്മേഷൻ ആണ് ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് mu of n plus mu of 2 plus so on till mu of n minus 1 plus mu of n, where n refers to the nth unit of the commodity. എത്ര കമോഡിറ്റി ഉണ്ടോ അതിന്റെ എല്ലാത്തിന്റെ സമ്മേഷൻ ആണ് ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. മാർജിനൽ യൂട്ടിലിറ്റിയുടെ സമ്മേഷൻ. ഓക്കെ, ഇതാണ് രണ്ട് മെയിൻ കോൺസെപ്റ്റ്. നമുക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ നമ്മൾ അനലൈസ് ചെയ്യാനായിട്ടായിരിക്കും, അതായത് യൂട്ടിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടായിരിക്കും. സോ ആ ഒരു ടൈമിൽ നമ്മൾ ഈ രണ്ട് ഫോർമുലാസും വെച്ചിട്ടാണ് യൂട്ടിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. mu of n equal to t of n minus t of n minus 1.
അതേപോലെ തന്നെ ടോട്ടൽ യൂട്ടിലിറ്റി. നമ്മൾ അടുത്ത ടേബിളൊക്കെ കാണുമ്പോഴേക്കും നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും. ഓക്കെ, സോ ഇതാണ് രണ്ട് മെയിൻ കോൺസെപ്റ്റ്സ്, ടോട്ടൽ യൂട്ടിലിറ്റി ആൻഡ് മാർജിനൽ യൂട്ടിലിറ്റി. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഈസ് ദ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ലോ ആണ് ദ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. അപ്പൊ ഈ ലോ സ്റ്റേറ്റ് ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ മാർജിനൽ യൂട്ടിലിറ്റി ഫ്രം കൺസ്യൂമിങ് each additional unit of a commodity declines as its consumption increases, while keeping consumption of other commodities constant. Okay, അതായത് ഒരു ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റിയുടെ നേച്ചർ ആണ് ഈ ഒരു ലോ പ്രൊപ്പൗണ്ട് ചെയ്യുന്നത്. അതായത് നമ്മൾ അഡീഷണൽ ആയിട്ട് നമ്മൾ ഈച്ച് അഡീഷണൽ യൂണിറ്റ് കൺസ്യൂം ചെയ്യുമ്പോഴേക്കും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന എന്താ പറയുക സാറ്റിസ്ഫാക്ഷൻ ലെവൽ കുറഞ്ഞു കൊണ്ടുവരും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഭയങ്കരമായിട്ടും എന്താ പറയുക ഡിമാൻഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ടും വിശന്നിരിക്കുന്ന ടൈമിൽ ഒരു കമ്മോഡിറ്റി നിങ്ങൾ കൺസ്യൂം ചെയ്യുകയാണ്. അപ്പൊ ആ ടൈമിൽ നിങ്ങൾ ആ ഫസ്റ്റ് കമ്മോഡിറ്റി കൺസ്യൂം ചെയ്യുമ്പോഴേക്കും നിങ്ങളുടെ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ വിൽ ബി ഹൈ. ആൻഡ് വിത്തൗട്ട് ഇന്റർവൽ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ആ ഒരു കമ്മോഡിറ്റി കൺസ്യൂം ചെയ്യുന്നതിന് ശേഷം നിങ്ങൾ എഗെയിൻ അതിന്റെ സെക്കൻഡ് യൂണിറ്റ് കൺസ്യൂം ചെയ്യണം. എഗെയിൻ ദ എൻറ്റയർ തിങ് നിങ്ങൾ എഗെയിൻ കൺസ്യൂം ചെയ്യുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ആദ്യം കഴിച്ച അത്രയും സാറ്റിസ്ഫാക്ഷൻ സെക്കൻഡ് വൺ കഴിക്കുമ്പോഴേക്കും കിട്ടത്തില്ല. ഓക്കെ, നിങ്ങളുടെ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ കുറച്ച് കുറയും. ആൻഡ് എഗെയിൻ വീണ്ടും നിങ്ങൾ അത് കഴിക്കുമ്പോഴേക്കും വീണ്ടും കഴിക്കുവാണെങ്കിൽ നിങ്ങളുടെ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ വിൽ ബി ലെസർ ദാൻ ദി പ്രീവിയസ് വൺ. അപ്പൊ ആ ഒരു ടേംസിൽ അല്ലെങ്കിൽ ആ ഒരു വേയില് നിങ്ങളുടെ കൺസംഷൻ ചെയ്യണതിനനുസരിച്ച് നിങ്ങളുടെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ വിൽ ഡിക്ലൈൻ. നിങ്ങളുടെ മാർജിനൽ യൂട്ടിലിറ്റി, അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന യൂട്ടിലിറ്റി വിൽ ബി ഡിക്ലൈനിങ്. ആ ഒരു കോൺസെപ്റ്റ് ആണ് ഇവിടെ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റിയിൽ സ്റ്റേറ്റ് ചെയ്യുന്നത്. ഓക്കെ, വൺസ് മോർ നിങ്ങൾ നോക്കിയോ, ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി സ്റ്റേറ്റ്സ് ദാറ്റ് മാർജിനൽ യൂട്ടിലിറ്റി ഫ്രം കൺസ്യൂമിങ് ഈച്ച് അഡീഷണൽ യൂണിറ്റ്, അഡീഷണൽ ആയിട്ട് നിങ്ങൾ കൺസ്യൂം ചെയ്യുന്ന ഈച്ച് അഡീഷണൽ യൂണിറ്റിൽ നിന്ന് കിട്ടുന്ന മാർജിനൽ യൂട്ടിലിറ്റി ഡിക്ലൈൻസ്, കുറയുവാണ്. as its consumption increase. നിങ്ങൾ കൂടുതലായിട്ട് കൺസ്യൂം ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന മാർജിനൽ യൂട്ടിലിറ്റി അല്ലെങ്കിൽ അഡീഷണൽ യൂട്ടിലിറ്റി ഡിക്ലൈൻ ചെയ്യുവാണ്. while keeping consumption of other commodities constant. ഓക്കെ, അത് ഒരു എന്താ പറയുക ഇതാണ്. ബാക്കിയുള്ളത് കോൺസ്റ്റന്റ് ആയിട്ട് നിന്നിട്ട് ആ ഒരു സിംഗിൾ കമ്മോഡിറ്റിയുടെ കേസാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അങ്ങനെ പോയി ഒരു പോയിന്റ് എത്തുമ്പോഴേക്കും വാട്ട് ഹാപ്പൻസ്, മാർജിനൽ യൂട്ടിലിറ്റി ബിക്കം സീറോ. അതായത് മാർജിനൽ യൂട്ടിലിറ്റി കുറഞ്ഞു വന്ന് ഒരു പെർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോഴേക്കും ഇറ്റ് വിൽ ബിക്കം സീറോ. ആ സീറോ ആവുന്ന ആ ഒരു സെയിം പോയിന്റിൽ തന്നെ നിങ്ങളുടെ ടോട്ടൽ യൂട്ടിലിറ്റി റിമെയിൻസ് കോൺസ്റ്റന്റ്. ഓക്കെ, ടോട്ടൽ യൂട്ടിലിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത് നമ്മളിപ്പോ എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ TU does not change at 5th unit of consumption. നമ്മളിവിടെ ഒരു ടേബിൾ പറയുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഈ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അതായത് യൂണിറ്റ്സ് ഓഫ് കൺസംഷൻ എന്ന് പറയുന്നത് 1 to 6 വരെയാണ്. 1 2 3 4 5 6 വരെയാണ് യൂണിറ്റ്സ് ഓഫ് കൺസംഷൻ. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഫസ്റ്റ് യൂണിറ്റ് കൺസ്യൂം ചെയ്യുമ്പോഴേക്കും യു ആർ ഗെറ്റിംഗ് 12 യൂണിറ്റ്സ്. അതിന്റെ മാർജിനൽ യൂട്ടിലിറ്റി ഒബ്വിയസ്ലി നിങ്ങൾക്ക് കിട്ടുന്നത് ആ ഒരു ഫസ്റ്റ് യൂണിറ്റ് കൺസ്യൂം ചെയ്യുമ്പോഴേക്കും 12 യൂണിറ്റ്സ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്, അല്ലെങ്കിൽ യൂട്ടിൽസ് കിട്ടുന്നത്. ആൻഡ് അതിന് കറസ്പോണ്ടന്റ് ആയിട്ടുള്ള യൂട്ടിലിറ്റി എന്ന് പറയുന്നത്, മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് 12 തന്നെയാണ്. പിന്നെ കൺസ്യൂമിങ് സെക്കൻഡ് യൂണിറ്റ് കൺസ്യൂം ചെയ്യുമ്പോഴേക്കും എന്ത് സംഭവിച്ചു, യു ആർ ഗെറ്റിംഗ് ആൻ യൂട്ടിലിറ്റി ഓഫ് 18 യൂണിറ്റ്സ്. 18 യൂണിറ്റ്സ് കിട്ടുന്നുണ്ട്. 18 യൂണിറ്റ്സ് കിട്ടുമ്പോഴേക്കും യു ആർ ഗെറ്റിംഗ് എന്താണ്, യു ആർ ഗെറ്റിംഗ് additional utility. Sorry, you are getting additional utility of 6 utils. അല്ലേ? അതായത് അഡീഷണൽ ആയിട്ട് 12 നിങ്ങൾക്ക് ഓൾറെഡി ഫസ്റ്റ് യൂണിറ്റിൽ നിന്ന് കിട്ടിയതാണ്. അഡീഷണൽ ആയിട്ട് സെക്കൻഡ് കമ്മോഡിറ്റി കൺസ്യൂം ചെയ്തപ്പോഴേക്കും ഒരു എക്സ്ട്രാ 6 യൂട്ടിൽസ് ആണ് നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് കിട്ടിയേക്കുന്നത്. ദെൻ വെൻ യു ആർ കൺസ്യൂമിങ് തേർഡ് യൂണിറ്റ്, നിങ്ങളുടെ ടോട്ടൽ യൂട്ടിലിറ്റി വിൽ ബിക്കം 22. സോ അവിടെ അഡീഷണൽ ആയിട്ട് കിട്ടുന്നത് 4 ആണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഏരിയ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇനീഷ്യലി 12 ആയത് 6 ആയി, 4 ആയി, ആൻഡ് അഗെയിൻ ഇറ്റ് ബിക്കംസ് 2 ആൻഡ് ഫൈനലി 0 എത്തുവാണ് അല്ലെ. അപ്പൊ മാർജിനൽ യൂട്ടിലിറ്റി, അതായത് അഡീഷണൽ യൂട്ടിലിറ്റി ഈസ് ഗോയിങ് ഓൺ ഡിമിനിഷിങ്. ഓക്കെ, അപ്പൊ ടോട്ടൽ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് എന്താണ്, 5th യൂണിറ്റ് എത്തിയപ്പോഴേക്കും കോൺസ്റ്റന്റ് ആയിക്കോണം. അതായത് in the 5th unit what happens, നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ഒരു മാർജിനൽ യൂട്ടിലിറ്റിയും കിട്ടുന്നില്ല, അഡീഷണൽ സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നില്ല. അപ്പൊ ആ ഒരു ടൈമിൽ
ടോട്ടൽ യൂട്ടിലിറ്റി ഈസ് ബിക്കമിങ് കോൺസ്റ്റന്റ്. ഓക്കെ, അതായത് 24 തന്നെ, ഫോർത്തിലും 24 തന്നെ, ഫിഫ്ത്തിലും 24 തന്നെ. ഓക്കെ, സോ എമംഗ് ദീസ് 24 അല്ലെങ്കിൽ ഈ ഒരു 0 ആവുന്ന ടൈമിൽ കോൺസ്റ്റന്റും ആയിരിക്കും ആൻഡ് ടോട്ടൽ യൂട്ടിലിറ്റി അറ്റ് ഇറ്റ്സ് പീക്ക് ആയിരിക്കും. ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള യൂട്ടിലിറ്റി ആണ് ഈ ഫിഫ്ത്ത് യൂട്ടിലിറ്റിയിലും ഫോർത്തിലും കിട്ടുന്നത്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് 0 ആയതിനു ശേഷം പിന്നെ നമ്മളൊരു കോമോഡിറ്റിയും കൂടി കൺസ്യൂം ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ പിന്നെയും ഒരു യൂണിറ്റും കൂടി കൺസ്യൂം ചെയ്യുവാണെങ്കിൽ വാട്ട് ഹാപ്പൻസ്, നമ്മുടെ മാർജിനൽ യൂട്ടിലിറ്റി ബിക്കംസ് നെഗറ്റീവ്. അതായത് 24ൽ നിന്ന് 22 ആയിട്ട് പോവാണ്. സോ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് എന്താണ് നെഗറ്റീവ് യൂട്ടിലിറ്റി കിട്ടുന്നത്. അഡീഷണൽ ആയിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ ഇനി കിട്ടുന്നില്ല, നെഗറ്റീവ് ആയിട്ടുള്ള യൂട്ടിലിറ്റിയാണ് കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ, ഇനിയിപ്പോൾ എക്സാമ്പിൾ വൈസ് പറയുവാണെങ്കിൽ നിങ്ങൾ ഗോ ഓൺ, ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു ഫുഡ് ഐറ്റം ആണ് പിസ്സ, അങ്ങനെ എന്തെങ്കിലും ആണ് നിങ്ങൾ കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് പിസ്സ, സെക്കൻഡ് പിസ്സ, തേർഡ് പിസ്സ അല്ലെങ്കിൽ ഫോർത്ത് പിസ്സ ആകുമ്പോഴേക്കും നിങ്ങൾ എന്ത് പറ്റും, നിങ്ങളുടെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ അല്ലെങ്കിൽ നിങ്ങളുടെ സാച്ചുറേഷൻ പോയിന്റ് എത്തിക്കഴിഞ്ഞിട്ടുണ്ടാവും. എഗെയിൻ നിങ്ങൾ കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ത്രോ ഔട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ ഒരു ഇതാണ് ഇവിടെ നെഗറ്റീവ് യൂട്ടിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ത്രോ ഔട്ട് മീൻസ് വോമിറ്റ് ചെയ്യും ചിലപ്പോൾ, അതായത് നിങ്ങൾക്ക് പിന്നെയും കൺസ്യൂം ചെയ്യണത് വഴി നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് കിട്ടുന്നില്ല. സോ നിങ്ങളത് റിജക്റ്റ് ചെയ്യുവാണ്. ഓക്കെ, സോ ഇതാണ് ഇവിടെ പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. ഈ ഒരു കോൺസെപ്റ്റിനാണ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ mu becomes 0 at a level when tu remains constant. അപ്പോൾ ഇവിടെ ഫിഫ്ത്ത് യൂണിറ്റ് കൺസ്യൂം ചെയ്യുമ്പോഴാണ് mu 0 ആവുന്നത്. ആൻഡ് ആഫ്റ്റർ ആ ഒരു 0 ലെവൽ എത്തിക്കഴിയുമ്പോഴേക്കും വാട്ട് ഹാപ്പൻസ്, tu സ്റ്റാർട്ട്സ് ഫോളിങ്. tu നമുക്കറിയാം 24ൽ നിന്ന് 22 ആയി. tu സ്റ്റാർട്ട്സ് ഫോളിങ് ആൻഡ് muയുടെ നേച്ചർ എന്തായി, mu becomes നെഗറ്റീവ്. ഓക്കെ, ഇത് നമുക്ക് ഗ്രാഫിക്കലിയും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അതായത് അപ് ടു 5th യൂണിറ്റ് വരെയും tu എന്താണ്, ഇൻക്രീസിങ് ആണ് അല്ലേ. 1 2 3 4 വരെയും tu ഇസ് ഇൻക്രീസിങ്. ആ 5th പോയിന്റ് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും വാട്ട് ഹാപ്പൻസ്, tu ഇസ് ഫോളിങ്. ആ 5th പോയിന്റിൽ എന്താ സംഭവിക്കുന്നത്, ഓൾട്ടർനേറ്റീവ് ആയിട്ട് mu കർവ് നോക്കുകയാണെങ്കിൽ mu ഇസ് ടച്ചിങ് 0. mu 0 ആവുകയാണ് ആ ഒരു എന്താ പറയുക tu മാക്സിമം ആവുന്ന പോയിന്റിൽ mu ഇസ് ബിക്കമിങ് 0. ആൻഡ് ആഫ്റ്റർ ദാറ്റ് പോയിന്റ് എന്താ സംഭവിക്കുന്നത്, muയുടെ നേച്ചർ നോക്കുകയാണെങ്കിൽ mu ബിക്കംസ് നെഗറ്റീവ് ആവും. ടിയുടെ നേച്ചർ ആണെങ്കിൽ tu സ്റ്റാർട്ട്സ് ഫോളിങ്. ഇതാണ് ഗ്രാഫിക്കൽ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ. ഈ ഒരു ടാബ്ലറിന്റെ ഗ്രാഫിക്കൽ എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനീഷ്യലി tu ഇസ് ഇൻക്രീസിങ് അപ് ടു എ പോയിന്റ് വെർ mu ഇസ് 0. mu 0 ആവുന്നത് വരെ tu ഇൻക്രീസിങ് ആണ്. ആൻഡ് ആ ഒരു 0 ആവുന്ന പോയിന്റ് എന്ന് പറയുന്നത് tu മാക്സിമം എത്തി നിൽക്കുന്ന പോയിന്റ് ആണ് mu 0 ആവുന്ന പോയിന്റിൽ. ആൻഡ് ആഫ്റ്റർ ദിസ് പോയിന്റ് muയുടെ കേസിൽ mu നെഗറ്റീവ് ആവും, ടിയുടെ കേസിൽ tu സ്റ്റാർട്ട്സ് ഫോളിങ്. ഓക്കെ, ഇതാണ് tu mu നേച്ചർ, ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റിയിലെ tu ആൻഡ് muയുടെ നേച്ചർ. ഓക്കെ, ആൻഡ് ഇതിൽ നിന്ന് നമ്മൾ ഡിമാൻഡ് കർവ് ഡിറൈവ് ചെയ്യുന്നുണ്ട്. ഫോർ എ കേസ് ഓഫ് സിംഗിൾ കമ്മോഡിറ്റി നമ്മൾ ഡിമാൻഡ് കർവ് ഇതിന്റെ ബേസ് ചെയ്തിട്ടാണ് ഡിമാൻഡ് കർവ് ഡിറൈവ് ചെയ്യുന്നത്. അതായത് കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസിന്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്താ പറയുക, ക്യാൻ ബി യൂസ് ടു ഡിറൈവ് ഡിമാൻഡ് കർവ് ഫോർ എ കമ്മോഡിറ്റി. ഒരു കമ്മോഡിറ്റിയുടെ ഡിമാൻഡ് കർവ് ഡിറൈവ് ചെയ്യാനായിട്ട് നമ്മൾ കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഈ ലോ ഓഫ് DMU എക്സ്പ്ലെയിൻ ചെയ്യണത് എന്താണ്, ഡിമാൻഡ് കർവിന് എന്തുകൊണ്ടാണ് നെഗറ്റീവ് സ്ലോപ്പ് എന്നുള്ളത്. നമുക്കറിയാം ഡിമാൻഡ് കർവ്, നമ്മൾ ഇനിയിപ്പോൾ നെക്സ്റ്റ് ഒരു 2-3 സെഷൻ കഴിയുമ്പോഴേക്കും നമ്മൾ ഡിമാൻഡ് എന്നുള്ളൊരു കോൺസെപ്റ്റിലോട്ട് പോകുന്നുണ്ട്. ഡിമാൻഡ് എന്താണെന്ന്. അപ്പോൾ ഡിമാൻഡിന്റെ ഒരു കോൺസെപ്റ്റ് പറയുമ്പോഴേക്കും നമുക്ക് പറയാൻ പറ്റും ഡിമാൻഡ് കർവ് ഇസ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് അല്ലെങ്കിൽ നെഗറ്റീവ്ലി സ്ലോപ്ഡ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ വൺ ഓഫ് ദി റീസൺ എന്ന് പറയുന്നത് ഈ DMU ആണ്. ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി കാരണമാണ് ഡിമാൻഡ് കർവിന് ഒരു നെഗറ്റീവ് സ്ലോപ്പ് ഉണ്ടാകുന്നത്. അതായത് ഒരു പേഴ്സൺ കൺസ്യൂം ചെയ്യും, അഡീഷണൽ യൂണിറ്റ് ഓഫ് എ കമ്മോഡിറ്റി കൺസ്യൂം ചെയ്യുമ്പോഴേക്കും അതിന്റെ മാർജിനൽ യൂട്ടിലിറ്റി ഇസ് ഡിമിനിഷിംഗ്. അപ്പൊ ആ ഒരു ഡിമിനിഷിംഗ് നേച്ചർ കാണിക്കുന്നത് കൊണ്ടാണ് ഡിമാൻഡ് കർവിന് ഒരു നെഗറ്റീവ് സ്ലോപ്പ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. So therefore, individual will be willing to pay less and less amount of a commodity, less and less of money for each additional unit. അതായത് നമ്മളിപ്പോൾ പറഞ്ഞല്ലേ ഡിമിനിഷിംഗ് യൂട്ടിലിറ്റി ആണ്. അപ്പോൾ നമുക്ക് ഡിമിനിഷിംഗ് അല്ലെങ്കിൽ നമ്മുടെ യൂട്ടിലിറ്റി അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ കുറയുമ്പോഴേക്കും നമ്മൾ കൂടുതൽ പൈസ കൊടുക്കാനായിട്ട് റെഡി ആയിരിക്കുമോ? നമ്മളൊരു പൈസ അല്ലെങ്കിൽ നമ്മൾ പ്രോഡക്റ്റ് ഡിമാൻഡ് ചെയ്യണത് എന്തിനാ? ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഒരു കമ്മോഡിറ്റി ഡിമാൻഡ് ചെയ്യുമ്പോഴേക്കും വി ആർ വില്ലിംഗ് ടു പേ ഫോർ ദാറ്റ് കമ്മോഡിറ്റി. നമ്മൾ പൈസ കൊടുക്കാനായിട്ട് വില്ലിംഗ് ആണ് ഒരു കമ്മോഡിറ്റി ഡിമാൻഡ് ചെയ്യുമ്പോഴേക്കും. അപ്പൊ നമുക്ക് ആ ഒരു കമ്മോഡിറ്റിന്ന് സാറ്റിസ്ഫാക്ഷൻ ഇല്ല എന്നാണെങ്കിൽ നമ്മൾ ആ ഒരു കമ്മോഡിറ്റിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാനായിട്ട് നമ്മൾ റെഡി ആയിരിക്കത്തില്ല. നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കുറവാണെങ്കിൽ വാട്ട് ഹാപ്പൻസ്, നമ്മൾ പേ ചെയ്യുന്നതും കുറവായിട്ട് കൊടുക്കാനേ നമ്മൾ നോക്കത്തുള്ളൂ. അപ്പോൾ വി വോണ്ട് ബി വില്ലിംഗ് ടു പേ മോർ ഫോർ എ കമ്മോഡിറ്റി. നമ്മൾ
ഡിമാൻഡ് കുറവാണ് അല്ലെങ്കിൽ നമുക്ക് അവിടെ സാറ്റിസ്ഫാക്ഷൻ കുറവാണെങ്കിൽ നമ്മൾ കൂടുതൽ ആ ഒരു കമ്മോഡിറ്റിയിലോട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടത്തില്ല. അപ്പോൾ ഡിമിനിഷിങ് യൂട്ടിലിറ്റി ആകുമ്പോഴേക്കും വി വിൽ ബി പേയിങ് ലെസ് ആൻഡ് ലെസ് ഫോർ ദ കമ്മോഡിറ്റി. അഡീഷണൽ യൂണിറ്റ്സിന് നമ്മൾ ലെസ് ആൻഡ് ലെസ് പേ എമൗണ്ട് ആയിരിക്കും പേ ചെയ്യണത്. ആൻഡ് സോ ദാറ്റ് എന്ത് പറ്റും, ഡിമാൻഡ് കർവ് വിൽ ബി നെഗറ്റീവ്ലി സ്ലോപ്പ്. ഇതാണ് ഡിമാൻഡ് കർവിന്റെ ഡെറിവേഷൻ ആയിട്ട്. ഇങ്ങനെയാണ് ഡിമാൻഡ് കർവിനെ ഡിറൈവ് ചെയ്യുന്നത്. നെഗറ്റീവ് സ്ലോപ്പിംഗ് എന്ന് പറയാനായിട്ടുള്ള റീസൺ അതുകൊണ്ടാണ്. ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് ഡിമാൻഡ് കർവ് നെഗറ്റീവ്ലി സ്ലോപ്പ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഇത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ ഡിമാൻഡ് കർവ് അനാലിസിസ് ചെയ്യുമ്പോഴേക്കും നമ്മൾ ഒന്നും കൂടി ഈ ഒരു വൈ ദ ഡിമാൻഡ് കർവ് ഈസ് ഹാവിങ് എ നെഗറ്റീവ് സ്ലോപ്പ് എന്നുള്ളത് ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി അതിനോട് ക്ലാരിറ്റി കിട്ടും. അപ്പോൾ ഇപ്പോൾ ഓർത്തിരിക്കുക, ഡിമാൻഡ് കർവിന്റെ സ്ലോപ്പ് നെഗറ്റീവ് ആവാനായിട്ടുള്ള വൺ ഓഫ് ദി റീസൺ എന്ന് പറയുന്നത് ഈ ഒരു ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി ആണ്. ഓക്കെ, നൗ നമുക്ക് ഡിമാൻഡ് കർവ്, യെസ്, നമ്മുടെ ഡിമാൻഡ് കർവ് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് നെഗറ്റീവ്ലി സ്ലോപ്ഡ്. ആ ഒരു നെഗറ്റീവ് സ്ലോപ്പിന്റെ റീസൺ എന്ന് പറയുന്നത് ഈ ഒരു എന്താ പറയാ, നമ്മൾ പേ ചെയ്യാനായിട്ടുള്ള വില്ലിങ്നെസ് കുറയുന്നതുകൊണ്ടാണ്. ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി ആണ്, നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ കുറഞ്ഞിരിക്കുകയാണ്. സോ വി ആർ നോട്ട് വില്ലിംഗ് ടു പേ മോർ ഫോർ ദ കമ്മോഡിറ്റി. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ഓർഡിനൽ യൂട്ടിലിറ്റി. നമ്മളിപ്പോൾ പഠിച്ചത് കാർഡിനൽ യൂട്ടിലിറ്റി ആണ്. കാർഡിനൽ യൂട്ടിലിറ്റിയിൽ എന്താണ്, നമ്മൾ അസൈൻ ചെയ്യാണ്, ഒരു ക്വാണ്ടിറ്റേറ്റീവ് ബേസിൽ നമ്മൾ അസൈൻ ചെയ്യുവാണ്, വാല്യൂസ് അസൈൻ ചെയ്യാണ്. നമ്മളൊരു കമ്മോഡിറ്റി കൺസ്യൂം ചെയ്യുമ്പോഴേക്കും ആ കമ്മോഡിറ്റിക്ക് ഒരു യൂട്ടിൽസ് എന്നുള്ള ബേസിൽ നമ്മൾ ഒരു വാല്യൂ അസൈൻ ചെയ്യാണ്. സോ നെക്സ്റ്റ് വൺ ഇസ് ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്. ഓർഡിനൽ എന്ന് പറയുമ്പോഴേക്കും ആ ഒരു ഓർഡിനൽ ടേം പറയുന്നത് പോലെ വി ആർ ഓർഡറിങ്. ഓക്കെ, നമ്മളൊരു ക്വാണ്ടിറ്റേറ്റീവ് ബേസിൽ നമ്മളൊരു certain വാല്യൂസ് നമ്മൾ അസൈൻ ചെയ്യണില്ല. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് നമ്മൾ എന്താ ചെയ്യണത്, നമ്മൾ റാങ്ക് ചെയ്യുകയാണ്. വേരിയസ് ഓൾട്ടർനേറ്റീവ് കോമ്പിനേഷനിൽ നിന്ന് നമ്മൾ കൺസംഷൻ ബണ്ടിൽസിനെ നമ്മൾ റാങ്ക് ചെയ്യുവാണ്. മറ്റേന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഒരു ആപ്പിൾ കൺസ്യൂം ചെയ്തതിന് നമുക്ക് ഇത്രയും യൂട്ടിൽസ് കിട്ടും എന്ന് പറയും. ഇവിടെ എന്ന് പറയുമ്പോഴേക്കും എന്താണ്, വി ആർ ഗിവിങ് റാങ്കിങ് ദി കമ്മോഡിറ്റീസ്, വേരിയസ് ഓൾട്ടർനേറ്റീവ് കോമ്പിനേഷൻസിനെ ഇൻ ടേംസ് ഓഫ് വേരിയസ് കൺസംഷൻ ബണ്ടിൽസ് ആയിട്ട് നമ്മൾ റാങ്ക് ചെയ്യുകയാണ്. So it says that the consumer cannot measure utility in numbers. നമ്പേഴ്സിൽ നമുക്ക് യൂട്ടിലിറ്റി മെഷർ ചെയ്യാൻ പറ്റില്ല. ഇൻസ്പൈറ്റ് ഓഫ് ദാറ്റ് നമ്മൾ എന്താ ചെയ്യണത്, റാങ്ക് ചെയ്യുവാണ്. ഓക്കെ, നമുക്കിപ്പോൾ പ്രിഫറൻസ്, ഇപ്പം നമ്മൾ എന്താ പറയുക, നമുക്കിപ്പോൾ ആപ്പിളും ഓറഞ്ചും ആയിട്ടാണ് നമ്മൾ റാങ്ക് ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റ് എന്ത് പ്രിഫർ ചെയ്യും, ഓറഞ്ച് ആണോ ആപ്പിൾ ആണോ? സോ നമ്മൾ ഓർഡർ കൊടുക്കുവാണ്, ഓർഡർ ചെയ്യുവാണ്. നമുക്കൊരു ഗിവൺ ബണ്ടിൽ വരുവാണെങ്കിൽ അതിനെ നമ്മൾ ഓർഡർ ചെയ്യുവാണ്. അപ്പൊ ആ ഒരു ടേം ആയിട്ട് നമ്മൾ കണക്ട് ചെയ്ത് നോക്കുക. ഓർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറയുമ്പോഴേക്കും വി ആർ ഓർഡറിങ് ദി കൺസംഷൻ ബണ്ടിൽസ്. ഓക്കെ, ഇവിടെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നുണ്ട്. An example of ordinal utility is when a consumer states a preference for an apple over a banana and a banana over a grape, but doesn't specify how much satisfaction each provides. എത്ര സാറ്റിസ്ഫാക്ഷൻ, ആപ്പിൾ കൺസ്യൂം ചെയ്യുമ്പോഴേക്കും എത്ര സാറ്റിസ്ഫാക്ഷൻ കിട്ടും എന്നോ അല്ലെങ്കിൽ ഗ്രേപ്സ് കൺസ്യൂം ചെയ്യുമ്പോഴേക്കും എത്ര സാറ്റിസ്ഫാക്ഷൻ കിട്ടും എന്ന് നമ്മളിവിടെ പറയുന്നില്ല. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് നമ്മൾ എന്താണ്, പ്രിഫറൻസ് റാങ്ക് ചെയ്യുവാണ്. നമ്മൾ ആപ്പിളിനേക്കാൾ കൂടുതൽ, നമ്മൾ ബനാനയേക്കാൾ കൂടുതൽ ആപ്പിൾ പ്രിഫർ ചെയ്യുന്നു. ആൻഡ് എന്താ പറയാ, ഗ്രേപ്സ് ആണ് നമ്മൾ അതിനേക്കാൾ കൂടുതൽ, ബനാനയേക്കാൾ കൂടുതൽ ഗ്രേപ്സ് നമ്മൾ പ്രിഫർ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ എന്താണ്, നമ്മളവിടെ പ്രിഫറൻസ് സ്റ്റേറ്റ് ചെയ്യുവാണ്. ഓക്കെ, അപ്പൊ മറ്റേ നമ്മൾ എന്താണ്, നമുക്ക് ആപ്പിൾ കിട്ടിക്കഴിഞ്ഞാൽ ഇത്ര 30 യൂട്ടിൽസ് കിട്ടും, അല്ലെങ്കിൽ ബനാന കൺസ്യൂം ചെയ്താൽ നമുക്ക് 20 യൂട്ടിൽസ് കിട്ടും. അപ്പൊ അങ്ങനെ നമ്മളവിടെ ന്യൂമറിക്കലി അസൈൻ ചെയ്യണം. ഇവിടെ ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് നമ്മൾ പ്രിഫറൻസ് സ്റ്റേറ്റ് ചെയ്യാണ്. ഇപ്പൊ കൺസ്യൂമർ ഇസ് റാങ്കിങ് ദെയർ പ്രിഫറൻസ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. അതായത് ഇപ്പൊ ആപ്പിൾ, ബനാന, ഗ്രേപ്സ് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ അതിനനുസരിച്ച് റാങ്ക് കൊടുക്കുകയാണ്. ഫസ്റ്റ് ആപ്പിൾ, ദെൻ ബനാന, അല്ലെങ്കിൽ ദെൻ അതിനുശേഷം നമ്മൾ പ്രിഫർ ചെയ്യുന്ന ഗ്രേപ്സ്. അപ്പൊ അങ്ങനെ നമ്മൾ റാങ്കിങ് ചെയ്യുകയാണ്. അപ്പൊ ഇതിന് നമ്മൾ ഒരു ക്വാണ്ടിഫയബിൾ നമ്പേഴ്സ് അല്ലെങ്കിൽ യൂട്ടിൽസ് കൊടുക്കുന്നില്ല. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് വി ആർ റാങ്കിങ് അല്ലെങ്കിൽ വി ആർ ഓർഡറിങ് അവർ പ്രിഫറൻസ്. അപ്പൊ ആ ഒരു ഇതാണല്ലാണ് ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, so next one, another important term is consumption bundle. Consumption bundle എന്നുള്ളതാണ് നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേം. അതായത് any combination of the amount of two good is called consumption bundle. നമുക്കിപ്പോൾ 2 ഗുഡ് നമ്മുടെ അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ ആ 2 ഗുഡിന്റെ എനി കോമ്പിനേഷൻ ഓഫ് എമൗണ്ട്, എത്ര വേണമെങ്കിലും ആവാം ഓരോ ഗുഡും, ആ ഒരു 2 ഗുഡിന്റെയും കോമ്പിനേഷനെയാണ് കൺസംഷൻ ബണ്ടിൽ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് ഗുഡ് 1ഉം ഗുഡ് 2 ഉണ്ടാവും.
ഫോർ എക്സാമ്പിൾ ഗുഡ് വൺ എന്ന് പറയുന്നത് എന്താ പറയാ ആപ്പിൾ ബനാന ആവാം, ഗുഡ് ടു എന്ന് പറയുന്നത് മാംഗോസ് ആവാം. രണ്ട് ഗുഡ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്, ബനാനാസ് ആൻഡ് മാംഗോസ്. അപ്പൊ ഗുഡ് വൺ എന്ന് പറയുന്നത് ബനാനാസ്, ഗുഡ് ടു എന്ന് പറയുന്നത് മാംഗോസ്. അപ്പൊ ഈ ബനാനാസ് ആൻഡ് മാംഗോസിന്റെ ഒരു കോമ്പിനേഷൻ ആണ്, അതായത് 4 ബനാനാസ് ആൻഡ് 2 മാംഗോസ് ആവാം. അപ്പൊ ടോട്ടൽ 6 ഗുഡ്സ് ഉണ്ട്, അതിനകത്ത് 4 ബനാനാസും 2 മാംഗോസ് ആണ്. അപ്പൊ ആ ഒരു കോമ്പിനേഷൻ, രണ്ട് ഗുഡിന്റെയും കോമ്പിനേഷനെയാണ്, ആ ഒരു രണ്ടും കൂടെ ഉള്ള ഒരു കോമ്പിനേഷനാണ് കൺസംഷൻ ബണ്ടിൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ആ ഒരു കൺസംഷൻ ബണ്ടിലിനെ റെപ്രസെന്റ് ചെയ്യുന്നത് വേരിയബിൾ വിത്ത് വേരിയബിൾ x1 ടു ഡിനോട്ട് ഗുഡ് വൺ. ഗുഡ് വണ്ണിനെ x1 ആയിട്ടും ഗുഡ് ടുവിനെ x2 ആയിട്ടാണ് ഇവിടെ പറയുന്നത്. വേരിയബിൾ x1 ടു ഡിനോട്ട് ക്വാണ്ടിറ്റി ഓഫ് ഗുഡ് വൺ, x2 ടു ഡിനോട്ട് ക്വാണ്ടിറ്റി ഓഫ് ഗുഡ് ടു. അപ്പൊ x1 ആൻഡ് x2 ക്യാൻ ബി പോസിറ്റീവ് ഓർ സീറോ. പോസിറ്റീവ് ആയിരിക്കാം അല്ലെങ്കിൽ സീറോ. അതായത് സീറോ എന്ന് പറഞ്ഞാൽ എന്താണ്, ചിലപ്പോൾ നമ്മൾ x2 ഒട്ടും തന്നെ ഡിമാൻഡ് ചെയ്യില്ല, അല്ലെങ്കിൽ x2 നമ്മൾ ഒട്ടും ഇപ്പൊ മാംഗോസ് ഇല്ലാണ്ട് നമ്മൾ ഫുൾ ബനാനാസ് മാത്രമായിരിക്കും പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ 4 ബനാനാസ് അല്ലെങ്കിൽ 6 ബനാനാസ് 0 മാംഗോസും ആയിരിക്കും. അപ്പോൾ ഇറ്റ് ക്യാൻ ബി സീറോ ഓർ പോസിറ്റീവ്. അപ്പോൾ എന്താണ്, രണ്ടും കൺസിസ്റ്റ് ചെയ്യുന്നതാണ്. അതായത് x1ഉം x2ഉം ഉണ്ട്. അപ്പൊ either 0 ആവാം ഓർ പോസിറ്റീവ് ആവാം. ഓക്കെ, അതാണ് കൺസംഷൻ ബണ്ടിൽ എന്ന് പറയുന്നത്. ഇവിടെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നുണ്ട്, അതായത് ഫോർ പർട്ടിക്കുലർ വാല്യൂസ് ഓഫ് x1 ആൻഡ് x2 നമ്മൾ ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്, x1, x2 രണ്ടും കൂടി ബ്രാക്കറ്റിലാണ് ഒരു കൺസംഷൻ ബണ്ടിലിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ 5, 10 എന്ന് പറയുമ്പോഴേക്കും ഈ ആദ്യം കിടക്കുന്നത് ഗുഡ് വണ്ണിനെ റെപ്രസെന്റ് ചെയ്യുകയാണ്. അതായത് 5 ഗുഡ് വൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ എന്താ പറഞ്ഞ മാംഗോസ് ആണ്. അപ്പോൾ 5 മാംഗോസും ആൻഡ് 10 എന്ന് പറയുന്നത് ഗുഡ് ടുവിനെ റെപ്രസെന്റ് ചെയ്യും. ഗുഡ് ടു എന്ന് പറയുന്നത് ഇവിടെ മാംഗോസ് ആണ്. ഗുഡ് വൺ ബനാനാസും ഗുഡ് ടു മാംഗോസ് ആണ്. അപ്പോൾ 5 ബനാനാസ് ആൻഡ് 10 മാംഗോസ് ആണ് ഇവിടെ പറയുന്നത്. കൺസിസ്റ്റ് ഓഫ് 5 ഗുഡ് വൺ ആൻഡ് 10 ഗുഡ് ടു. ഗുഡ് വൺ എന്ന് പറയുന്നത് ബനാനാസ് ആൻഡ് ഗുഡ് ടു എന്ന് പറയുന്നത് മാംഗോസ്. 5 ബനാനാസ് ആൻഡ് 10 മാംഗോസ്. ദെൻ ദ ബണ്ടിൽ 10, 5 എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റ്. 10 എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ എപ്പോഴും ഗുഡ് വൺ ആയിരിക്കും. ഗുഡ് വൺ ഇവിടെ ബനാനാസ് ആണ് പറയുന്നത്. അപ്പൊ ഓരോന്നും ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മൾ എടുക്കുന്ന കൺസംഷൻ ബണ്ടിൽ എന്താണ്. ഇപ്പൊ ചിലപ്പോ ചില കേസസിൽ ഇൻസ്റ്റെഡ് ഓഫ് ബനാന ആൻഡ് മാംഗോസ് കോൺ ആൻഡ് കോട്ടൺ ആയിരിക്കാം. അപ്പോൾ 10 കോൺസും ഗുഡ് വൺ റെപ്രസെന്റ് ചെയ്യുന്നത് ഏതാണ്, അതായത് എക്സ് ആക്സിസിൽ എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത് അതായിരിക്കും ഗുഡ് വൺ, വൈ ആക്സിസിൽ എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത് ഗുഡ് ടു. അപ്പൊ നമ്മൾ ഇപ്പൊ അങ്ങനെയല്ല തിരിച്ചാണെങ്കിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് എക്സ് ആൻഡ് വൈ ആക്സിസിൽ മാർക്ക് ചെയ്താൽ മതി. അത് നമ്മൾ ഇനി അടുത്ത 2-3 ക്ലാസ്സസിൽ നമ്മൾ ഗ്രാഫ് ഒക്കെ വരുമ്പോഴേക്കും നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും. അപ്പൊ ബേസിക്കലി ഓർത്ത് വെക്കുക, കൺസംഷൻ ബണ്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കോമ്പിനേഷൻ ഓഫ് എമൗണ്ട് ഓഫ് 2 ഗുഡ്സിനെയാണ് കൺസംഷൻ ബണ്ടിൽ എന്ന് പറയുന്നത്. 2 ഗുഡ്സിന്റെ ഒരു കോമ്പിനേഷൻ ആയിട്ട് ഒരു ബണ്ടിൽ പറയുന്നതിനാണ് കൺസംഷൻ ബണ്ടിൽ എന്ന് പറയുന്നത്. 2 ഗുഡ്സിന്റെ ക്വാണ്ടിറ്റീസ് ആയിരിക്കും അവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്, ഗുഡ് വൺ ആൻഡ് ഗുഡ് ടു. ഓക്കെ, ആ ഒരു ഇതിനെയാണ് കൺസംഷൻ ബണ്ടിൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് മോണോട്ടോണിക് പ്രിഫറൻസ് അല്ലെങ്കിൽ മോണോട്ടോണിക് പ്രിഫറൻസ് എന്ന് പറയുന്നത്. വെയിറ്റ് എ സെക്കൻഡ്. മോണോട്ടോണിക് പ്രിഫറൻസ് എന്ന് പറയുന്നത് അതെന്ന് പറയുന്നത് കൺസ്യൂമർ പ്രിഫേഴ്സ് monotonic if and only if between on any 2 bundles the consumer prefers a bundle which has more of at least one of the goods and no less of other good as compared to other bundle. അതായത് 2 ഗുഡ്സിന്റെ ബണ്ടിലിനെയാണ് പറയുന്നത്. അതായത് ബണ്ടിൽ 1 എന്ന് പറയുമ്പോഴേക്കും എക്സ് ആൻഡ് വൈയിൽ 3ഉം 2ഉം വരുന്നുണ്ട്. ബണ്ടിൽ 2 എന്ന് പറയുന്നത് 3 and 3 പറയുന്നുണ്ട്. അപ്പൊ മോണോട്ടോണിക് പ്രിഫറൻസ് എന്ന് പറയുമ്പോഴേക്കും കൺസ്യൂമേഴ്സ് മാക്സിമം നമ്പർ ഓഫ് കമോഡിറ്റി ഉള്ള ബണ്ടിലായിരിക്കും പ്രിഫർ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ എന്താ ഇവിടെ 3 and 3 ബണ്ടിൽ നമ്പർ 2 ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്. അതായത് 2 ഗുഡും കുറവാകാൻ പാടില്ല കമ്പയർഡ് ടു പ്രീവിയസ് ബണ്ടിൽ. അല്ലെങ്കിൽ നമുക്ക് തന്നേക്കുന്ന ബണ്ടിൽ വെച്ച് നോക്കുമ്പോഴേക്കും ഇപ്പൊ ബണ്ടിൽ 1, 2 and 3 എന്നുണ്ടൊരു 3 ബണ്ടിൽസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ കൺസ്യൂമർ വിൽ ചൂസ് എ ബണ്ടിൽ ഇൻ വിച്ച് എന്താണ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ മോർ ഓഫ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദി ഗുഡ് ആൻഡ് നോ ലെസ് ഓഫ് അതർ ഗുഡ്. കൂടുതലായിട്ടിരിക്കുന്ന ബണ്ടിൽ, അതായത് മറ്റേ ബണ്ടിൽസിനെക്കാളും കുറവായിരിക്കത്തില്ല, അറ്റ്ലീസ്റ്റ് എന്താണ് മോർ ഓഫ് അറ്റ്ലീസ്റ്റ് വൺ ഗുഡ് ആൻഡ് നോ ലെസ് ഓഫ് അതർ ഗുഡ് ആസ് കമ്പയർഡ് ടു അതർ ബണ്ടിൽ. അതർ ബണ്ടിൽസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴേക്കും ക്വാണ്ടിറ്റി ഗുഡ് വൺ ആൻഡ് ഗുഡ് ടുയുടെ 2 ക്വാണ്ടിറ്റിയും കുറവാവാണ്ടിരിക്കുന്ന ബണ്ടിൽ, അതാണ് മോണോട്ടോണിക് പ്രിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ,
അതായത് മാക്സിമം നമ്പർ ഓഫ് ക്വാണ്ടിറ്റി ഉള്ള ബണ്ടിലിനെയാണ് മോണോട്ടോണിക് പ്രിഫറൻസ് എന്ന് പറയുന്നത്. കൺസ്യൂമർ പ്രിഫേഴ്സ് എ മോണോട്ടോണിക് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ബിറ്റ്വീൻ എനി ടു ബണ്ടിൽസ് ദ കൺസ്യൂമർ പ്രിഫേഴ്സ് എ ബണ്ടിൽ which has more of at least one of the good and no less of other good as compared to other bundle. Other bundles ആയിട്ട് കമ്പയർ ചെയ്തിട്ട് മാക്സിമം ക്വാണ്ടിറ്റി ഉള്ള മാക്സിമം ഗുഡ് വൺ ആൻഡ് ഗുഡ് ടു ഉള്ള ബണ്ടിൽസ് ആണ് കൺസ്യൂമേഴ്സ് പ്രിഫർ ചെയ്യുന്നത്. അതാണ് മോണോട്ടോണിക് പ്രിഫറൻസ്. അവിടെ കൺസ്യൂമേഴ്സിന് ഒരു എന്താ പറയുക പ്രിഫറൻസ് ഉണ്ട് അവിടെ. അപ്പൊ അതാണ് മോണോട്ടോണിക് പ്രിഫറൻസ് എന്ന് പറയുന്നത്. ഇത്രയുമാണ് നമുക്ക് ഈ ഒരു സെഷനിൽ നമ്മൾ സോഫ നോക്കുന്നത്. ആൻഡ് ഇനി നമ്മൾ കുറച്ചും കൂടി ഡീപ്പായിട്ട് എന്താ പറയുക ബഡ്ജറ്റും അതനുസരിച്ച് ഈ ഒരു കോൺസെപ്റ്റ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ കൺസ്യൂമർ എക്വിലിബ്രിയത്തിലോട്ട് എത്തുന്നത്. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക കാർഡിനൽ യൂട്ടിലിറ്റി, ഓർഡിനൽ യൂട്ടിലിറ്റി, ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ്. കാർഡിനൽ യൂട്ടിലിറ്റി ആൻഡ് ഓർഡിനൽ യൂട്ടിലിറ്റി. കാർഡിനൽ എന്ന് പറയുന്നത് നമ്മൾ ഒരു സർട്ടൻ നമ്പർ കൊടുത്തിട്ട് ക്വാണ്ടിറ്റേറ്റീവ് ബേസിൽ നമ്മൾ അസൈൻ ചെയ്തിട്ട് നമ്മൾ സാറ്റിസ്ഫാക്ഷൻ മെഷർ ചെയ്യാണ്. വെറസ് ഓർഡിനൽ എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ഓർഡർ വൈസ് നമ്മൾ പ്രിഫറൻസ് ചെയ്യുവാണ്. ഇതാണ് നമുക്ക് അതിനേക്കാൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ നമ്മൾ ഓർഡറിങ് ചെയ്യണം. നമുക്ക് സർട്ടൻ നമ്പർ ഓഫ് കമോഡിറ്റീസ് തരുവാണെങ്കിൽ അതിൽ ഏതാണ് നമ്മൾ ഫസ്റ്റ് റാങ്ക് കൊടുക്കുന്നത്, സെക്കൻഡ് റാങ്ക് കൊടുക്കുന്നത്, തേർഡ് റാങ്ക് കൊടുക്കുന്നത്, അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്യുകയാണ്. അതാണ് ഓർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അടുത്ത കുറച്ച് ടേംസ് ആയിട്ട് കാണാം. സോ ഫാർ താങ്ക് യു.